ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സകടുമ വ്ളോഗ്സ്. സകടുമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർച്ച് 1 ഒരു 1-ാം തീയതിയാണ്. അപ്പം ഇന്ന് ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടാലോ എന്നിങ്ങനെ ആലോചിച്ചു. കാരണം ഒരുപാട് പേര് എനിക്ക് വണ്ണമാണ്, തടി കൂടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻറ്റുകൾ വീഡിയോയുടെ താഴെ ഇടുന്നത് ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒഫീഷ്യലായിട്ട് ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്ര നാളും പറഞ്ഞ പോലെയല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ നടത്തം കിട്ടുമല്ലോ എന്നും കരുതി കടയിലോട്ട് പാലൊക്കെ മേടിക്കണമല്ലോ, അതിനുവേണ്ടി പോയതാണ്. അവിടെ പാലും കുറച്ച് പഴവും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു. നടക്കാതിരുന്ന് നടന്നപ്പോഴാണ് കേസ് ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞത്. ഭയങ്കരമായിട്ട് അണക്കിയാണ് ഞാൻ. അതായത് അത്രയും കൂടെ എനിക്ക് ശരീരത്തിനിപ്പം ആരോഗ്യം കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ പനിയും കൂടെ ഉള്ളതുകൊണ്ട് ഒച്ചയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഏതായാലും ഞാൻ ഇന്ന് തൊട്ട് ഡയറ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇത് കണ്ടോ, ഒരു JCB വന്ന് നടക്കുന്നുണ്ടോ, മൊത്തം മഞ്ഞാണ്, നല്ല മഞ്ഞ് മൂടി കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങളെ അതും കൂടെ ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, JCB വന്ന് നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം നേരത്തെ റബ്ബറായിരുന്നു, അതെല്ലാം നല്ല വെട്ടിത്തെളിച്ച് റെഡിയാക്കി അടിപൊളിയാക്കി മഞ്ഞ് മൂടി കിടക്കുന്നത് കണ്ടോ. കണ്ടത്തിലോട്ട് നോക്കിക്കേ, എന്നാ ഒരു കാഴ്ചയാണ്, എന്നാ രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കുഞ്ഞാപ്പിയൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അമ്മ രാവിലെ അവിടെ നിൽക്കുന്നു. അമ്മയൊക്കെ എങ്ങാണ്ട് പോയിച്ച് വന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. എൻ്റെ വീട്ടിലോട്ട് കയറുവാണ് നമുക്ക്. അമ്മ വേണ്ടേ എല്ലാം മേടിച്ച് അതിനകത്തൊന്നും ഇല്ല. ഞാൻ എനിക്ക് ഓക്കെ അബിക്ക് മേടിച്ചാ, അതിന് മാത്രമൊന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ. എനിക്ക് എന്നെ എന്നാ പറയാത്തേ, പാല് മേടിച്ചു. പിന്നെ അതിൻ്റെ വിക്സ് മുട്ടായി മേടിച്ചിട്ടുണ്ട്. തൊണ്ടവേദനയും എല്ലാവർക്കും ജലദോഷവും വേണ്ടേ മുട്ട. പൂവമ്പഴം 1 കിലോ. പൂവമ്പഴം ഉള്ളായിരുന്നു, വാളയം കൂടെ ഇല്ല. സാധാരണ ഞാനിതൊക്കെ മേടിക്കാൻ പോകുന്നത് സ്കൂട്ടറിലാണ്. ഇന്ന് ഡയറ്റ് ആയതുകൊണ്ടും ശരീരത്തിന് ഇച്ചിരി ആയാസം കിട്ടേണ്ടതുകൊണ്ടും കണ്ടില്ലേ, വണ്ണം വെച്ച് ഇതല്ലേ, വണ്ണം വെച്ച് കണ്ണാടി നിറഞ്ഞു. കണ്ണാടി കണ്ടോ, നേരത്തെ കണ്ണാടി നിറയത്തില്ലായിരുന്നു, ഇപ്പോൾ കണ്ണാടി ഫുള്ളായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ കണ്ണാടിയാണ് എൻ്റെ അളവുകോല്. ഈ കണ്ണാടിക്കകത്ത് ഞാൻ ഇങ്ങനെയാകണം, അങ്ങനെയാണ് ഞാൻ തീരുമാനം എടുത്തേക്കുന്നത്. അതെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൈസ്? ഉച്ചയ്ക്ക് അമ്മ ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് അമ്മ എടുക്കും. എനിക്ക് അമ്മ ചോറ് വിളമ്പുന്നത് ഒരു കുമ്മാഞ്ചരം ചോറ് അമ്മ അങ്ങ് ആ വീഡിയോയുടെ ആ ഒരു ലഹരിയിലങ്ങ് വിളമ്പും. അത് മൊത്തം ഞാൻ കഴിക്കും. നല്ല കറി വെച്ച് കൊടുക്കുമ്പോൾ മക്കൾ കഴിക്കും. നമ്മളിന്ന് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ വണ്ണം വെക്കും. ഇച്ചിരി കൊടുത്തോട്ടെ, ഇപ്പൊ തെഞ്ഞും തൊട്ടേ ഞങ്ങളുടെ ഇതിനെ ഒന്ന് വണ്ണം വെപ്പിച്ചെടുക്കാനാ കടത്തേക്കുന്നത് കണ്ടോ. അബിയെ വന്നപ്പോ ഒന്ന് കാണണം എന്റെ മക്കളെ. നമ്മള് പെട്ടതല്ല സാഹചര്യത്തിലെന്ന് പറയുന്നത്, ഞാൻ എന്റെ ചങ്ക് പൊട്ടിപ്പോ എന്റെ കുഞ്ഞിനെ കണ്ടപ്പോ വന്നപ്പോ ഒരാഴ്ച ഇച്ചിരി ഭേദപ്പെട്ടു. ബാക്കി അവനെ പറ്റി പറയാൻ ഞങ്ങളുടെ കേശുകുഞ്ഞാണെങ്കിൽ കണ്ടോ, അപ്പാപ്പൻ ചിണ്ണാനിങ്ങനെ ഓടി നിൽക്കുക. കേശുകൂട്ടിന് കസേര മേടിച്ച്. കേശുകുട്ടിന്റെ പുത്തമ്പനിയനാണിത്. പുത്തൻ ബനിയൻ, പുത്തൻ കസേര. ഇത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ അയച്ചു തന്നത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പ്. കസേര നമ്മൾ മേടിച്ചു. എന്നാണേലും നമുക്ക് സന്തോഷമല്ല കൊണ്ട് നമ്മുടെ വീട്ടില് ഒരു പ്രശ്നമില്ല. നമ്മളിങ്ങനെ അതുകൊണ്ട് നിങ്ങളൊക്കെ ഇന്നു മുതൽ 1-ാം തീയതി മാർച്ച് 1 ഇന്നു മുതൽ കാര്യമായിട്ട്. അതെ, ജനുവരി 1 തീരുമാനം എടുക്കാൻ പറ്റാത്തവർക്ക് വേണമെങ്കിൽ മാർച്ച് 1 തീരുമാനം എടുക്കാം. അതെ, എനിക്ക് ജനുവരി 1 തീരുമാനം ഒന്നും എടുക്കാൻ പറ്റില്ല. ഇല്ല, ഞാൻ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു തന്നെയാണോ. എല്ലാ ദിവസവും അപ്ഡേഷൻ ഉണ്ടാവും, ഞാൻ കഴിക്കുന്ന ഫുഡ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പക്കയായിട്ട് തീരുമാനിച്ചു തന്നെയാണ്. മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ എന്നെ 5 കോടി തിരിച്ചു കിട്ടാൻ വേണ്ടി 6 കോടി മുടക്കാനും ഞാൻ റെഡിയാണ് എന്ന് പറയുന്നത്. അതെ, ഈ ഒരു വണ്ണത്തിൽ നിന്നും ഞാൻ
എൻ്റെ പണ്ടത്തെ ഫോട്ടോ ഞാൻ ദേ ഇവിടെ കൊടുക്കാം. ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തും എന്ന്. കല്യാണ സമയത്തും എനിക്ക് വലിയ വണ്ണമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതെവിടെ വന്നത് ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ വണ്ണം വെക്കും എന്ന് പറഞ്ഞൊരു തോട്ട് കേട്ടിട്ടുണ്ട്. ചിലപ്പം അതുകൊണ്ടായിരിക്കും. എൻ്റെ കെട്ടിയവനും വണ്ണം വെച്ചിട്ടുണ്ട്, ഞാനും വണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരിധി വരെ പ്രസവം കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകൾ വണ്ണം വെക്കുമല്ലോ. അപ്പം അങ്ങനെ വെച്ച വണ്ണവും കൂടിയാണ്. ഈ വയറൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് പോകുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പതുക്കെ കുറയാം. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് തൊട്ട് പ്രോപ്പർ ഡയറ്റ് ആയിരിക്കും. ഭക്ഷണക്രമത്തിലും കാര്യത്തിലും ഒക്കെ. രാവിലത്തെ ഒരു ചെറിയ നടത്തം കഴിഞ്ഞ് വന്നു. 1 കിലോമീറ്റർ ഒന്നും നടന്നിട്ടില്ല, വളരെ കുറച്ച് നടന്നുള്ളൂ. പക്ഷേ അപ്പം തന്നെ ഞാൻ മൊത്തത്തിൽ അണച്ചുപോയി. കാരണം അത്രയും ആരോഗ്യപരമായി ഞാൻ ഒക്കെ എല്ലാം തോന്നുന്നു. അപ്പോൾ നമുക്കതൊന്ന് ബെറ്റർ ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ എന്താണ്? നിങ്ങൾ ഡയറ്റ് എടുക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യം തന്നെ പറയാമല്ലോ, രാവിലെ ഉപ്പുമാവും പഴമാണ്. അപ്പം രാവിലത്തെ ഭക്ഷണം ഓക്കെ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ചോറുണ്ടും. വൈകുന്നേരം പിന്നെ എന്നതെങ്കിലും വൈകുന്നേരം ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ചപ്പാത്തി അല്ലേ അമ്മേ, അങ്ങനെ എന്നതെങ്കിലും ആക്കിയാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷേ സാമ്പത്തികവും കാര്യങ്ങളും സാഹചര്യവും ഒക്കെ അനുസരിച്ച് വൈകിട്ട് എന്താണ് ചപ്പാത്തിക്ക് ഗോതമ്പ് റേഷനിയുടെ അതിന് ഉണ്ടാക്കാനുള്ള മടി. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഉദ്ദേശത്തിൽ, അതായത് അമ്മ ഞാൻ പറയുന്നത് ചിലർ ഡയറ്റിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒത്തിരി സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ അതൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയുള്ളതിൽ നിന്നും നമ്മൾ ഡയറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. അത് എനിക്ക് ഉപകാരപ്പെടും. ഞാൻ കഴിക്കുന്നത് എന്തായാലും നിങ്ങളെ ഇനി തൊട്ടുള്ള ദിവസങ്ങളിൽ കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.